അച്ഛന്റെ നിർബന്ധം മൂലം ജാക്കി ഏതാനും മാസങ്ങൾ വിശ്രമിക്കാമെന്ന് സമ്മതിച്ചു. ജാക്കിയുടെ കാലം കഴിഞ്ഞുവെന്ന് പുറത്ത് വാർത്ത പ്രചരിച്ചു. എന്നാൽ ജാക്കി ചാൻ വിട്ടുകൊടുത്തില്ല. ഒരു അപകടത്തിനും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. എന്റെ അവസാന ദിനമാണെങ്കിൽ പോലും പുതിയ ഒരു സംഘടന രംഗം ഞാൻ പരീക്ഷിക്കും, ജാക്കി പൊതുസമൂഹത്തെ അറിയിച്ചു. ഗുരുതരമായ പരുക്കിന്റെ ലക്ഷണങ്ങളോ ക്ഷീണമോ പുറത്തു കാണിക്കാതെ അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലെത്തി. ആദ്യ ദിനം തന്നെ ഷൂട്ട് ചെയ്തത് സിനിമയിലെ ഏറ്റവും അപകടം പിടിച്ച സീൻ. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്നും വായു നിറച്ച ഒരു ബലൂണിലേക്ക് ചാടുന്ന രംഗം. ഭീതിതമായ ഒരു അപകടം തരണം ചെയ്തു വന്ന ജാക്കി വീണ്ടും അതിസാഹസികമായ രംഗം ചെയ്യുന്നത് നെഞ്ചിടിപ്പോടെയാണ് സഹപ്രവർത്തകർ കണ്ടുനിന്നത്. ഒരിഞ്ച് പോലും പിഴക്കാതെ കൃത്യതയോടെ അദ്ദേഹം അത് പൂർത്തിയാക്കി. അസാമാന്യമായ ആ ആത്മവിശ്വാസത്തിനു മുന്നിൽ സിനിമാലോകം മാത്രമല്ല പ്രേക്ഷകർ ഒന്നടങ്കം തലകുനിച്ചു. അങ്ങനെ ആശുപത്രിയിൽ നിന്നിറങ്ങിയ ശേഷം ചെയ്ത ആർമർ ഓഫ് ഗോഡ് ജാക്കി ചാന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി. അവിടെ നിന്നങ്ങോട്ട് ജാക്കി ചാൻ യുഗം അതിന്റെ പരമോന്നതിയിലെത്തി. ജാക്കി ചാൻ എന്ന പേരിന്റെ മാത്രം ബലത്തിൽ ഹോങ്കോങ്ങിലെ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ബോർഡുകൾ തൂങ്ങി. ഗോൾഡൻ വേ എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുക വഴി ചലച്ചിത്ര നിർമ്മാണത്തിലേക്കും അദ്ദേഹം പ്രവേശിച്ചു. കേവലമൊരു സ്റ്റണ്ട്മാനായി ജീവിതം ആരംഭിച്ച അദ്ദേഹം സമാന ജോലി ചെയ്തിരുന്നവരുടെ ഉന്നമനത്തിനായി സ്റ്റണ്ട്മെൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. താരമൂല്യം വർദ്ധിച്ചതോടെ മെഗാ പ്രൊജക്ടുകളിലേക്ക് ജാക്കി തിരിഞ്ഞു. വലിയ മുതൽ മുടക്കിൽ ആർമർ ഓഫ് ഗോഡ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. സഹാറ മരുഭൂമിയിൽ വെച്ചായിരുന്നു ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നത്. ലൊക്കേഷൻ കാണാൻ പോയ ജാക്കി അവിടുത്തെ അസഹനീയമായ ചൂട് കണ്ട് അമ്പരന്നു. എന്തും സഹിക്കാൻ കെൽപ്പുള്ള ജാക്കിയെ പോലെ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവർക്കും ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ സഹാറയിൽ നിന്നും ടൺ കണക്കിന് മണൽ കപ്പൽ മാർഗം ഹോങ്കോങ്ങിൽ കൊണ്ടുവന്ന് മരുഭൂമിയുടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്തു. പ്രതീക്ഷിച്ചതിന്റെ പല മടങ്ങായി ബജറ്റ് ഉയർന്നു. നിർമ്മാതാക്കൾ ജാക്കിയെ കുറ്റപ്പെടുത്തി. എന്നാൽ റിലീസ് ചെയ്തപ്പോൾ സിനിമ വൻ വിജയമായി. പോലീസ് സ്റ്റോറിയുടെ മൂന്നാം ഭാഗമായ സൂപ്പർ കോപ്പിലും അപകടകരമായ സീനുകളുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു. കാഴ്ചക്കാർ പകച്ചിരുന്നു പോയ പല രംഗങ്ങളും പുഷ്പം പോലെ അനായാസമായാണ് ജാക്കി ചെയ്തത്. ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടുന്നതിനിടയിൽ താഴെ വീണ് ബോധം പോയ ജാക്കി അതൊന്നും വകവയ്ക്കാതെ ഷൂട്ടിംഗ് തുടർന്നു. ഇത്രയൊക്കെ തരംഗം സൃഷ്ടിച്ചിട്ടും ഹോളിവുഡ് അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അവർക്കും തിരുത്തേണ്ടതായി വന്നു. MTV അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രഖ്യാപിച്ചു. അതിനുശേഷം അമേരിക്കയിലും ആരാധകർ വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകൾ അവിടെ തുടർച്ചയായി ഹിറ്റായി. ജാക്കി ചാൻ താനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് പല വേദികളിലും ആവർത്തിച്ചിരുന്നെങ്കിലും പല ആരാധകരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് അമാനുഷികമായ എന്തൊക്കെയോ ഘടകങ്ങളുണ്ടെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു.